മദീനയിലുണ്ടായ വാഹനാപകടത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം. മദീനയ്ക്ക് സമീപമാണ് ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. ഇന്ത്യൻ സമയം രാത്രി 1:30 സംഭവം. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ വെന്തു മരിച്ചത് 42 പേരാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമാണ്. 25-കാരനായ അബ്ദുൽ ഷുഹൈബ് മുഹമ്മദാണ് രക്ഷപ്പെട്ടത്. ഇയാൾ മദീനയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ ഭൂരിഭാഗവും തെലങ്കാനയിൽ നിന്നുള്ളവരാണ്. അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ കോൺസുലേറ്റ് അടിയന്തര സഹായം ഉറപ്പാക്കി. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതിഭീകരമായ ദുരന്തമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപകടം സംഭവിച്ച് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സിവിൽ ഡിഫൻസ് സംഭവസ്ഥലത്തെത്തിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംഭവത്തെക്കുറിച്ച് ഉടനടി വിവരങ്ങൾ ശേഖരിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മക്കയിൽ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ബദ്റിനും മദീനയ്ക്കുമിടയിൽ മുഫറഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു.